നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ സ്കൂളിൽ പോകാൻ സമയമായി. നല്ല വെയിലും ഉണ്ട് കേട്ടോ ഇന്ന്. മമ്മി ഞാൻ ഗേറ്റൊക്കെ ഇപ്പോൾ തുറന്നു. നല്ല സ്മാർട്ടായിട്ട് ഫുഡെല്ലാം കഴിച്ച് റെഡിയായി വന്നു. ഈ മേതക്കുട്ടി അവൾ ഇങ്ങനെ മടിയാണ് പോകാൻ. ഇന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞ് എന്നോട് ഉടക്കിയിരിക്കുക. ഇപ്പം അവൾ ഹാപ്പിയാട്ടോ. പകുതിയായിട്ട് കുറേ നേരം കളിച്ച് അന്നേരത്തേക്ക് വണ്ടി വരും. വണ്ടി വരാനാകുന്നേ ഉള്ളൂ. മേതക്കുട്ടി പത്രമൊക്കെ പോയി എടുത്തുകൊണ്ട് വന്നു. മേതക്കുട്ടിക്ക് പോകേണ്ടത് പറയുന്നു ഉടക്കായിരുന്നു. എന്തോ പോകാൻ മടിയാണ്. രാവിലെ 3-4 ദിവസം ലീവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഇന്നൊരു മടി. ഹാപ്പിയായോ? സ്കൂളിൽ പോകാൻ മഴ മാറിയപ്പം വെള്ളവും കുറഞ്ഞു തോട്ടിലൊക്കെ. ഇപ്പോൾ രാവിലെ നല്ല രസമുണ്ട് കണ്ടത്തിൽ കൂടെ ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കാനും തോട്ടിൽ കൂടെ വെള്ളം പോകുന്നതും. സ്കൂളിൽ പോകാനുള്ള ഓട്ടോ വന്നു. ബാഗ് എടുത്ത് റെഡിയാക്കി. അപ്പോൾ സ്കൂളിൽ പോയിട്ട് വന്നു. മേതക്കുട്ടി ഭയങ്കര വഴക്കായിരുന്നു. ഒരുവിധം പറഞ്ഞ് സമാധാനിച്ച് കൊണ്ടുവിട്ടു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ചിക്കൻ കറിയും പിന്നെ നല്ല ചൂട് കാപ്പി കഴിക്കട്ടെ. അപ്പോൾ ഞാൻ താഴെ വരെ ഒന്ന് പോവാം. അപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. താഴെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചി ഇപ്പോൾ താഴോട്ട് വരും. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. ഇറങ്ങിയപ്പോൾ സൂക്ഷിക്കണം. അങ്ങനെ മഴ ആയതുകൊണ്ട് ഇവിടെ എല്ലാം തെറ്റിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഇന്ന് തൂത്തുവാരി വൃത്തിയാക്കി ഇടണം. ഇപ്പോൾ തോട്ടി വെള്ളം കുറഞ്ഞു കേട്ടോ. നല്ല വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വെള്ളം കുറഞ്ഞു കേട്ടോ. നിറച്ച് റംബൂട്ടാൻ ഉണ്ട്. പക്ഷേ പറിക്കുന്നില്ല. കാരണം
പക്ഷികളൊക്കെ കണ്ടുവാനും കൊത്തിപ്പറിച്ചിട്ടേക്കുക. എല്ലാ വാവലും ഒന്ന് കൊത്തിപ്പറിച്ച് തിന്നിട്ട് പോയേക്കുക. അപ്പോൾ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യണം. നിറച്ചും പോച്ച കയറിയിട്ടുണ്ട്, അപ്പോൾ പറിക്കണം. വെള്ളമൊക്കെ വരുന്ന രസമാണ്. തെങ്ങ് ഫുള്ളും മറിഞ്ഞു വീണ കേട്ടോ. റംബൂട്ടാൻ നിറച്ചും കാശെടുക്കും കേട്ടോ. ഇഷ്ടംപോലെ റംബൂട്ടാൻ ഉണ്ട്. ഞാൻ ഇറങ്ങുന്നില്ല, ഫുള്ളും കാടായുണ്ട്. എന്ത് രസമാണെന്നറിയോ. അല്ല, ഇവിടെ പൂച്ചക്കുഞ്ഞ് പ്രസവിച്ചു. അപ്പോൾ ഞാൻ പറയുന്നു ചേച്ചിയോട് അങ്ങോട്ട് പോയേ വേണമെന്ന്. കാണത്തില്ല. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടാകും പോകും. അപ്പോൾ ഇവിടെ ഞങ്ങൾ എവിടെ വിറകൊക്കെ വെക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എവിടെയോ ഇരിപ്പുണ്ട്. ഓന്തുണ്ടായിരുന്നു, പക്ഷെ അത് ചാടിപ്പോയെന്ന് ചേച്ചി പറഞ്ഞു കേട്ടോ. വലിയൊരു ഓന്തായിരുന്നു ചേച്ചി പറഞ്ഞു. ചേച്ചി അതിനെ ചാടിച്ചിട്ടു. അപ്പം എൻ്റെ സ്റ്റാർ ഫ്രൂട്ട്സൊക്കെ കിളുത്ത് വന്ന് തുടങ്ങി കേട്ടോ. സ്റ്റാർ ഫ്രൂട്ട്സ് ഒരെണ്ണം പഴുത്ത് വന്നിരിപ്പുണ്ട്. നല്ല ആകാശമൊക്കെ വീണ്ടും മഴയ്ക്കാൻ നിന്നു കേട്ടോ. അവിടെ താഴേക്ക് വൃത്തിയാക്കുക. നിറച്ചും ഇലയുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇവിടുത്തെ എല്ലാം പോച്ച പറിക്കാൻ വിചാരിച്ചിട്ടിരിക്കുക, വെയിലായതുകൊണ്ട്. മഴയായി കഴിഞ്ഞാൽ ഇറങ്ങാൻ പാടല്ലേ. അപ്പം ഇന്നിവിടെ എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടണം. കുറേ പരിപാടികളുണ്ട് ഞങ്ങൾക്ക് ഇന്ന്. കുട്ടിയെ കുളിയെല്ലാം കഴിഞ്ഞ് കുളിപ്പിച്ച് പൊട്ടൊക്കെ തൊട്ട് മിറക്കുട്ടിയും ചിന്തിക്കഴിഞ്ഞ് അമ്മ എന്താ എന്നെ കാണിച്ചു വെച്ചേക്കുന്നത്. താടിക്ക് കൈ എന്നെ വെച്ച് കിടന്ന് ഉറങ്ങും ആൾ. ഉള്ള സ്പെഷ്യലായിട്ടോ നത്തോലി. അപ്പോൾ ഞാൻ വറക്കുമോ. ചേച്ചിയുടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ എല്ലാം കാട് പറിച്ച് ചേച്ചി വന്നു. അപ്പോൾ വെയിൽ വന്നപ്പോൾ തുണിയല്ല ഇട്ടു. പക്ഷേ വെയിൽ ശരിക്കും മങ്ങി വരുന്നുണ്ട് കേട്ടോ. കാറൊക്കെ കയറി നല്ല മൂടല്ല. ചെറുതായിട്ട് വരും പിന്നെയും കാറ് കയറി വരുവാ. അപ്പം ഇവിടെ പെട്ടെന്ന് മഴ പെയ്യുന്നേ. ഇപ്പം ഇട്ടതുള്ളൂ തുണി. പക്ഷെ ഇങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വിറക്കുകയും ചെയ്യണം. നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. സാധനങ്ങൾ മൂക്കട്ടെ. നത്തോലിയും ഫ്രൈ ആയി കേട്ടോ. അപ്പോൾ ചേച്ചി നല്ല പണിയാണ്. അപ്പം വെള്ളമൊക്കെ എടുത്ത് കൊടുക്കാൻ കൊടുത്തു. ഭയങ്കര ചൂടുമാണ്. അപ്പോൾ എത്ര കുടിച്ചാലും ദാഹം മാറില്ല, അത്ര ചൂടുണ്ട്. വെള്ളം കുടിച്ചോ. ആയിക്കാം. അപ്പോൾ ഉച്ചയ്ക്കുള്ള സ്പെഷ്യലാണ് ചിക്കൻ കറി, നത്തോലി ഫ്രൈ, പയറ് തോരൻ, പിന്നെ മോര്. അപ്പോൾ കഴിക്കട്ടെ. അപ്പോൾ ഇവിടെ എല്ലാം വൃത്തിയാക്കി. അപ്പോൾ മകനിയെ മേലെ വിളിക്കാൻ പോകണം. അപ്പോൾ നല്ല വെയിലായിരുന്നു അന്ന്. അപ്പോൾ ഇതുകൊണ്ട് എല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റി. നല്ല കാറ്റ്. ഇപ്പോൾ ആകാശമൊക്കെ നല്ല നീല നിറം.
മുമ്പേയൊക്കെ ആണെങ്കിൽ ഒരുമാതിരി മൂടിക്കെട്ടിരിക്കുന്നത്. അതുകൂടി ഒന്ന് കയറി രണ്ടും അലമ്പ് തുടങ്ങി. അതൊക്കെ സ്കൂളിലിട്ട് വന്ന് ഞാൻ കളർ ചെയ്യുക. അവൾ ആൻറ്റി ടാറ്റ കൊടുക്കാൻ വന്നാ. നീ പോണ്ട, ഞാൻ പോകുന്നില്ലല്ലോ. മേതക്കൂട്ടി അടയ്ക്കേ, മേതക്കൂട്ടി ഗേറ്റ് അടിക്കണോ? അമ്മ അടിക്കണോ? ഓ ശരി. പയ്യെ ഇറങ്ങിപ്പോ, വീഴും. വെള്ളം മാധുക്കുട്ടി ഹോംവർക്ക് ചെയ്യാനൊക്കെ പോവുക. അപ്പോൾ കുറേ നോട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ മേതക്കുട്ടി അവളെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുക. മഹതി പഠിക്കാതിരിക്കുമ്പോൾ മേധ വന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.